ഞങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ ഇത് ചർച്ചയാണ്. ആഷിഖ് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു, അതൊക്കെ ഒരു തമാശ രീതിയിൽ എല്ലാവരും കൂടി എടുത്തിട്ട്. ഓണം എന്റെ പ്രിയപ്പെട്ടവരെ മുസ്ലിമീങ്ങൾക്ക് ആഘോഷിക്കാൻ പാടില്ല. നിങ്ങൾ ഈ പറയുന്നത് നമ്മുടെ തൊട്ട അയൽവാസി ഒരു ഹൈന്ദവ സഹോദരനാണ്. അവർ വന്നിട്ട് നമ്മളെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിക്കുകയും നമ്മൾ പോയി ഓണസദ്യ കഴിക്കുന്നതിന് ഇസ്ലാം യാതൊരുവിധ തടസ്സവും പറയുന്നില്ല. നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. ഓണം എന്നുള്ള സെലിബ്രേഷൻ നടക്കുമ്പോ അതിന് പങ്കിടാൻ പാടില്ല. നമ്മൾ പോയി ഓണസദ്യ കഴിക്കുന്നതിന് ഇസ്ലാം യാതൊരുവിധ തടസ്സവും പറയുന്നില്ല. നിങ്ങളൊരു പ്രായത്തിന് മൂത്തവനായതുകൊണ്ട് മാത്രം ഞാനിപ്പോ നിങ്ങളുടെ വാപ്പാക്ക് വിളിക്കുന്നില്ല. എനിക്കെതിരെ വന്ന് തെറി പറയുന്നതിൽ ഏകദേശം ഒരു 90% ആളുകളും മുസ്ലിം സഹോദരങ്ങളാണ്. കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. ഹിജാബ് ധരിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യാതിരിക്കുക. എന്റെ നമ്പർ എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. ഒരു താത്ത വന്ന് മുസ്ലിം പെൺകുട്ടികൾ ഹിജാബ് ഇട്ട് ഡാൻസ് കളിക്കരുതെന്നുള്ള ഒരു ബോംബ് ഇട്ടു. ആരുടെ മുന്നിലിട്ടത്? നമ്മളെ കേരളത്തിലെ പെൺകുട്ടികൾ. ഓരതങ്ങോട്ട് എടുത്ത് തിരിച്ച് താത്താന്റെ അണ്ണാക്കിൽ തന്നെ അങ്ങോട്ട് ഇട്ട്. എന്താ സമാധാനമായല്ലോ. പടച്ചോനെ പഴം പിഴിഞ്ഞിരിക്കാണോ അത് വണ്ണാക്കിൽ പിരിവെട്ടിയോ എന്തെങ്കിലും ഉണ്ടേ തുറന്നു തരാം. കുറച്ചു കാലം മുമ്പ് വരെ തട്ടമിട്ട് നല്ല മേക്കപ്പ് ചെയ്ത് കാവാലയ്യ പാട്ടിനടക്കം ഡാൻസ് കളിച്ചയാളാണ് ഇന്ന് മറ്റൊരു സ്ത്രീയെ ഉപദേശിക്കുന്നത്. അയ്യോ, എന്നെ കൊണ്ട് ചില്ലറ വെറുപ്പിക്കാനല്ലോ. ആരോടാണ് ഈ ഭാഷ? ഇതെന്താണ് കുമ്പളങ്ങി നൈറ്റ്സിലെ ഫഹദ് ഫാസില? ആരോടാ? ഓണം മുസ്ലിങ്ങൾ തൂക്കിന്നാ പറയണേ. കിട്ടിയ അവസരം പോലെ കിടന്നുകൊണ്ട് എന്തൊക്കെയാ കാണിക്കുന്നേ? എന്ത് പേക്കൂത്താടോ കാണിക്കണേ? ഞാനിപ്പോ നിങ്ങളുടെ വാപ്പാക്ക് വിളിക്കുന്നില്ല. ഹൈന്ദവ സഹോദരങ്ങൾ സഹോദരിമാർ അവർക്ക് എന്തു ആകാം. ഞാൻ അന്ന് നിന്നൊന്നും പറഞ്ഞു, ഇതൊക്കെ മുസ്ലിം സഹോദരിമാരോട് പറയുന്നത്. എല്ലാത്തിനും ഒരു ലിമിറ്റ് വേണം. ലിമിറ്റ് വിട്ട് പായസം കുടിക്കുകയോ നിങ്ങൾ സദ്യ കഴിക്കുകയോ. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അരവണ കൊണ്ടുപോയി നമ്മൾ ബിസ്മില്ലിട്ട് അരവണ കഴിച്ചാളാ ഞാനും. ഇത്രയും ദുഷിപ്പ് നിറഞ്ഞ മനസ്സാണല്ലോ നിങ്ങളുടെ തലയിൽ കെട്ടിവെച്ചിരിക്കുന്നത്. സങ്കടം വരുന്നുണ്ട്. സ്ത്രീകൾ നിങ്ങളുടെ വിളനിലമാണ്. നിങ്ങൾ ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾ കൊയ്തുകൊള്ളുക. അടുത്ത കോള് വരുന്നുണ്ടാ. കിടത്തിയോ തിരിച്ചു കിടത്തിയോ പിൻഭാഗത്തു കൂടിയോ. ഏത് മതത്തിലെ ഏത് മതപുരോഹിതരായാലും ഈറ്റാ വർത്താനം പറഞ്ഞിട്ട് ചിലക്കാണ്ട് പോവാൻ പറയാന്ന്. നാം നമ്മുടെ ആഘോഷങ്ങളെക്കാൾ ഉപരി സഹോദര സമുദായങ്ങളുടെ ആഘോഷങ്ങളിൽ വല്ലാത്ത ഉത്സാഹം കാണിക്കുന്നു. ചെറിയ മക്കളവരെ നിങ്ങൾ നിങ്ങൾ എന്താണൊന്നും മുണ്ടാത്തത്? പഴം പിഴിഞ്ഞിരിക്കാണോ അത് വണ്ണാക്കിൽ പിരിവെട്ടിയോ? ഇവരെ പൊതുശല്യമായിട്ട് പ്രഖ്യാപിക്കേണ്ട സമയം കഴിഞ്ഞ്. മനുഷ്യനായിട്ട് ജീവിക്കാൻ എല്ലാവർക്കും പറ്റും, പക്ഷെ മനുഷ്യത്വത്തോടെ ജീവിക്കാൻ ലേശം പണി. എന്താന്നുള്ള നിങ്ങൾ കേക്കി. അവിടെ ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, നമ്മളെ അയൽവാസികളാണ്. നമ്മൾ സമൂഹമായി ജീവിക്കുന്ന ആളുകളല്ലേ. എന്താ ഈ പറഞ്ഞ കൂട്ടുന്നതൊക്കെ? എന്തൊക്കെ ടൈപ്പ് ആൾക്കാരല്ലേ ചേട്ടാ? മതങ്ങൾ എന്ന് പറയുന്നത് ഒന്നിനും ഹിൻഡ്രൻസ് അല്ല. നമ്മുടെ വളർച്ചയ്ക്ക്, നമ്മുടെ സ്വാതന്ത്ര്യത്തിന്, നമ്മുടെ നല്ല ജീവിതത്തിന്, നമ്മുടെ എൻജോയ്മെന്റിനൊന്നും തന്നെ മതം ഒരിക്കലും ഒരു തടസ്സമല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഓണം കേരളത്തിന്റെ ആഘോഷമാണ്, അല്ലാതെ ഏതെങ്കിലും ഒരു മതത്തിന്റെ മാത്രം കുത്തകയല്ല എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബോധമെങ്കിലും നമുക്ക് വേണം.